പുലിശല്യം രൂക്ഷമായ പാലപ്പിള്ളിയിൽ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കാൻ നടപടി. മാൻ ബൈക്കിൽ വന്നിടിച്ച് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. കേച്ചേരി പട്ടിക്കരയിൽ ലോറി കയറി വീട്ടമ്മ മരിച്ചു. വടക്കാഞ്ചേരി 1-ാം കല്ലിൽ ബസ് കയറുന്നതിനിടെ താഴെ വീണ് കാലിലൂടെ ബസ് കയറി വയോധികയ്ക്ക് ഗുരുതര പരിക്ക്. ഇരിങ്ങാലക്കുടയിൽ വീട്ടിൽ തീപിടുത്തം. നിലവിളക്കിൽ നിന്നാണ് തീ പടർന്നത്. കടപ്പുറം നോളി റോഡിൽ ഓലമേഞ്ഞ വീട് കത്തിനശിച്ചു. ദേശീയപാത ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തിന് 2ാമത്തെ പാതയും പൊളിച്ചു തുടങ്ങി. ബദൽ സംവിധാനമൊരുക്കാതെ റോഡ് പൊളിച്ചതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷം. നമസ്കാരം. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളിയിൽ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുന്നതിന് തീരുമാനം. വരന്തരപ്പിള്ളി, മറ്റത്തൂർ പഞ്ചായത്തുകളുടെ മലയോര പ്രദേശങ്ങളിൽ വന്യജീവി ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ കെ രാമചന്ദ്രൻ MLA വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. കേന്ദ്ര വനനിയമപ്രകാരം കമ്മിറ്റി രൂപീകരിച്ച് അനുമതിക്കായി സമർപ്പിക്കുന്നതിനും നിലവിൽ അനുവദിച്ച RRTയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും MLA നിർദ്ദേശം നൽകി. ഹാങ്ങിങ് ഫെൻസിംഗ് വേണമെന്നും ആവശ്യമായ മുഴുവൻ സ്ഥലത്തും ട്രെഞ്ചുകൾ നിർമ്മിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ വന്യജീവി ആക്രമണം തടയുന്നതിന് പ്രൊജക്ട് തയ്യാറാക്കി സമർപ്പിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി MLA അറിയിച്ചു. ആവശ്യമെങ്കിൽ MLA ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ ഇതിനായി അനുവദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വനംവകുപ്പും പ്ലാന്റേഷൻ കമ്പനികളും അതാത് ഇടങ്ങളിൽ അടിക്കാടുകൾ വെട്ടിമാറ്റും. വന്യജീവി സാന്നിധ്യം കണ്ട ഇടങ്ങളിൽ MLA ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് മിനി മാസ്റ്റ്, ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കും. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, വരന്തരപ്പിള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EK സദാശിവൻ, ജനപ്രതിനിധികളായ അജിത സുധാകരൻ, MB ജലാൽ, ചാലക്കുടി DFO M വെങ്കടേശ്വരൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. TC വിനോസ്, പുതുക്കാട്. പാലപ്പിള്ളി മേഖലയിലെ രൂക്ഷമായ വന്യജീവി ആക്രമണം പരിഹരിക്കുവാൻ കെ രാമചന്ദ്രൻ MLA വിളിച്ചു ചേർത്ത യോഗം കോൺഗ്രസ് ബഹിഷ്കരിച്ചു. വർഷങ്ങളായി മേഖലയിൽ തുടരുന്ന വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണാതെ യോഗങ്ങൾ മാത്രം വിളിച്ചു ചേർക്കുന്നതിനെതിരെയാണ് കോൺഗ്രസ് പ്രതിഷേധമെന്ന് പഞ്ചായത്ത് അംഗങ്ങളായ ജോജോ പിണ്ടിയാൻ, ജോൺ തുലാപ്പറമ്പിൽ എന്നിവർ പറഞ്ഞു. യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ച ജോജോ പിണ്ടിയാൻ യോഗം ബഹിഷ്കരിക്കുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുകയായിരുന്നു. കോൺഗ്രസിന്റെ വാർഡ് മെമ്പർമാരും യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. മലയോര കർഷക സംരക്ഷണ പ്രവർത്തകരും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. വർഷങ്ങളായി ഇവിടെ സ്ഥിരമായി യോഗങ്ങൾ വിളിച്ചുകൂട്ടുക മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഈ വന്യമൃഗശല്യത്തിനെതിരെ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ MLAക്കോ ഗവൺമെൻറ്റിനോ അതുപോലെ തന്നെ വനം വകുപ്പിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പല യോഗങ്ങളിൽ നമ്മൾ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും പല യോഗങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടും ഇതുവരെ ഇതിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയാത്തതിൽ ഇന്ന് കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് യോഗം ബഹിഷ്കരിക്കാനുണ്ടായത്. ഓട്ടം തൊഴിലാളികൾക്ക് രാവിലെ പുലർച്ചെ എഴുന്നേറ്റ് പോയി റബ്ബർ ട്രാപ്പ് ചെയ്താൽ മാത്രമാണ് അവർക്ക് ഉപജീവനമാർഗം, അവർക്കുള്ള വരുമാനം ലഭിക്കുള്ളൂ. ആനയെയും പുലിയെയും കടുവയും ഒക്കെ പേടിച്ച് പോകുന്നൊരവസ്ഥയാണ്. അത് തുടങ്ങിയിട്ട് 5-6 വർഷത്തിനപ്പുറത്തേക്ക് ആയിട്ടും ഇതുവരെ മീറ്റിങ്ങുകളല്ലാണ്ട് അതിൻ്റെ ശാശ്വത പരിഹാരത്തിലേക്ക് കടക്കാൻ ഇതുവരെ ഈ ത്രിതല പഞ്ചായത്തോ MLAയോ സർക്കാർ മുന്നോട്ട് വന്നിട്ടില്ല. ഇത് ഒരുപാട് പ്രാവശ്യം ജനരോഷം രൂക്ഷമാകുമ്പോൾ, അതല്ലെങ്കിൽ മൃഗശല്യം കൂടുമ്പോൾ ജനങ്ങൾ കൂടുതൽ പ്രതിഷേധങ്ങളായിട്ട് ഇറങ്ങുമ്പോഴാണ് ഒരു സർവ്വശോകം വിളിച്ചു ഒരു ചായ കുടിച്ച് പിരിഞ്ഞു പോകുന്നതല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒരു നടപടിയും ഇതിൽ ഉണ്ടാവുന്നില്ല. പാലപ്പിള്ളി വലിയകുളത്ത് മാൻ ബൈക്കിൽ വന്നിടിച്ച് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. വേലൂപ്പാടം വെണ്ണൂറാൻ വീട്ടിൽ ഹസൈനാർ, ഭാര്യ പാത്തുമ്മ, ഹസൈനാറുടെ സഹോദരന്റെ മകൾ വലിയകുളം പള്ളിപ്പുറത്ത് നൌഷാദ് ഭാര്യ സക്കീന എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വേലൂപ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. തോട്ടം തൊഴിലാളികളായ പാത്തുമ്മയെയും സക്കീനയെയും ടാപ്പിങ്ങിനായി ഹാരിസൺ തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് സംഭവം. വലിയകുളത്ത് വെച്ച് തോട്ടത്തിന്റെ മതിൽ ചാടി റോഡിലേക്ക് വന്ന മാൻ ബൈക്ക് ഇടിച്ചുമറിക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണാണ് 3 പേർക്കും പരിക്കേറ്റത്. വലിയകുളത്ത് ജോലിക്ക് പോകുമായിരുന്നു. പോകുന്ന സമയത്ത് മാന് ചാടി ഞങ്ങളുടെ ബൈക്കിന്റെ മുന്നിൽ ചാടി ബൈക്ക് വീണ് 3 പേർക്ക് അപകടത്തിൽ പെട്ടു. അവിടെ അടുത്ത് ഓട്ടോറിക്ഷക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വാച്ചർമാരൊക്കെ വിളിച്ച് പറഞ്ഞ് ജോലിക്ക് വന്നിരുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും വന്ന് ഓട്ടോറിക്ഷ വിളിച്ച് ഒരുപാട് ആശുപത്രിയിൽ കൊണ്ടുവന്നു. പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. മേഖലയിലെ വന്യജീവി ശല്യത്തിന് പരിഹാരം കാണണമെന്നും തോട്ടം തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കണമെന്നും പഞ്ചായത്ത് അംഗം സുഹറ മജീദ് ആവശ്യപ്പെട്ടു.
പാവപ്പെട്ട തൊഴിലാളികൾ അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ഈ അവനവൻ്റെ ജോലിക്ക് പോകാൻ വേണ്ടി അല്ലെങ്കിൽ ആ എസ്റ്റേറ്റിൽ താമസിക്കാനോ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പാലപ്പള്ളി മേഖലയുള്ളത്. അതിനു മാത്രം വന്യജീവികൾ പുലിയും കടുവയും ആനയും വഴിയാത്രക്കാരെ പന്നി നിരന്തരം മാൻകൂട്ടങ്ങൾ വന്ന് ഇടിക്കുകയാണ്. അടിയന്തരമായിട്ട് അധികാരികൾ പാലപ്പള്ളി പ്രദേശത്ത് നടപടി സ്വീകരിക്കുക തന്നെ വേണം. ഈ വന്യമൃഗ ശല്യത്തിൽ നിന്ന് ഇവിടെയുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. TCV ന്യൂസ്, പുതുക്കാട്. അതിരപ്പള്ളി മേഖലയിൽ കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തുന്നത് തുടർക്കഥയാകുന്നു. വെറ്റിലപ്പാറ 13 വെള്ളിയാഴ്ച പുലർച്ചെ ആനകളെത്തി പരിസരത്ത് പറമ്പുകളിൽ കാർഷിക വിളകൾ നശിപ്പിച്ചു. മുണ്ടയ്ക്ക് ജോർജിന്റെ ഏതാനും വാഴകളും കവുങ്ങുകളും മറിച്ചിട്ട് ഭക്ഷിച്ചു. 2 തെങ്ങും കുത്തിമറിച്ചിട്ടു. എതിർഭാഗത്തെ എണ്ണപ്പന തോട്ടത്തിലും ആനകൾ നിലയുറപ്പിച്ചു. മലയോര തോട്ടം മേഖലയെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റി സായാഹ്ന പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പുലിക്കണ്ണി സെന്ററിൽ നടന്ന പ്രതിഷേധം മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് EM ഉമ്മർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ സെബി കൊടിയൻ, K ഗോപാലകൃഷ്ണൻ, TM ചന്ദ്രൻ, INTUC ജില്ലാ ജനറൽ സെക്രട്ടറി വിനയൻ പണിക്കവളപ്പിൽ, EA ഓമന, ബിജു അമ്പഴക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. കേച്ചേരിയിൽ ടോറസ് ലോറി ഇടിച്ച് വീട്ടമ്മ മരിച്ചു. കേച്ചേരി പട്ടിക്കര സ്വദേശി രാമായണക്കാർ വീട്ടിൽ ഷെരീഫിന്റെ ഭാര്യ 45 വയസ്സുള്ള ഷബിതയാണ് മരിച്ചത്. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന ഷബിതയുടെ ദേഹത്തുകൂടി ടോറസ് ലോറി കയറിറങ്ങുകയായിരുന്നു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ബാബ് കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ വാഹനത്തിന്റെ ഡ്രൈവർ കൌക്കാനപ്പെട്ടി സ്വദേശി കിഴിക്കിട്ടിൽ വീട്ടിൽ മനോജിനെയും ലോറിയും കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വടക്കാഞ്ചേരി ഒന്നാംകല്ല് സെന്ററിൽ ബസ് കയറുന്നതിനിടെ താഴെ വീണ് കാലിലൂടെ ബസ് കയറി വയോധികയ്ക്ക് ഗുരുതര പരിക്ക്. ഒന്നാംകല്ല് പുതുവീട്ടിൽ 68 വയസ്സുകാരി നബീസയ്ക്കാണ് കാലിന് പരിക്കേറ്റത്. നബീസയെ ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. കുന്നംകുളത്തേക്ക് പോകാൻ ബസ് കാത്തിരിക്കുകയായിരുന്നു നബീസ. എന്നാൽ കുന്നംകുളത്തേക്കുള്ള ബസ്സിലായിരുന്നില്ല ഇവർ കയറിയത്. ബസ് മാറിപ്പോയത് മനസ്സിലാക്കി ഉടൻ തിരികെ ഇറങ്ങിയപ്പോൾ ബസ്സിൽ നിന്നും വീഴുകയായിരുന്നു. കുന്നംകുളം ടൗൺഹാൾ റോഡിൽ KSRTC ബസ്സിന് പുറകിൽ സ്വകാര്യ ബസ് ഇടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. KSRTC ബസ് പെട്ടെന്ന് നിർത്തിയതിനെ തുടർന്ന് പുറകിൽ വന്നിരുന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്വകാര്യ ബസ് സമീപത്തെ കാനയിലേക്ക് ഇറങ്ങി നിന്നു. ക്രെയിൻ ഉപയോഗിച്ചാണ് ബസ് നീക്കിയത്. പുതുക്കാട് കുറുമാലിയിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ തമിഴ്നാട് സ്വദേശിയായ കാർ ഡ്രൈവറെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി ഭാഗത്തുനിന്ന് വന്നിരുന്ന കാർ ദേശീയപാതയോരത്തെ സംരക്ഷണ തൂണുകൾ തകർത്താണ് മറിഞ്ഞത്. പാതയോരത്തെ 20 അടിയോളം താഴ്ചയിലേക്ക് വീഴാതെ കാർ തടഞ്ഞു നിന്നതുമൂലം വലിയ അപകടം ഒഴിവായി. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. പുതുക്കാട് പോലീസും നാട്ടുകാരും ചേർന്നാണ് കാറിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ പുറത്തെടുത്തത്. വടക്കേക്കാട് നായരങ്ങാടിയിൽ ബൈക്കും സൈക്കിളും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരനായ വടക്കേക്കാട് നാലങ്കല്ല് സ്വദേശി കരിപ്പായിൽ വീട്ടിൽ അഷ്കർ, സൈക്കിൾ യാത്രക്കാരി വടക്കേക്കാട് നായരങ്ങാടി സ്വദേശിനി പതിയേരി വീട്ടിൽ ആരാധ്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം തെക്കേനടയിൽ വീടിന്റെ ഹാളിന് തീപിടിച്ചു. അമ്പാടി വീട്ടിൽ ജഗദീഷിന്റെ വീടിന്റെ ഹാളിനാണ് തീപിടിച്ചത്. പൂജാമുറിയിലെ നിലവിളക്ക് കൊളുത്തി ഉടമസ്ഥൻ അമ്പലത്തിൽ പോയിരുന്ന സമയത്ത് നിലവിളക്കിൽ നിന്നും തീ പടർന്നതായാണ് കരുതുന്നത്. വീടിന്റെ സ്വീകരണ മുറിയിലുണ്ടായിരുന്ന ഫർണിച്ചറുകൾ, TV, അലമാരകൾ എന്നിവ പൂർണ്ണമായും കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വീടിനുള്ളിലുണ്ടായിരുന്ന 3 LPG സിലിണ്ടറുകൾ സുരക്ഷിതമായി പുറത്തെത്തിക്കുകയായിരുന്നു. കടപ്പുറം ഞോളി റോഡിൽ ഓലമേഞ്ഞ വീട് പൂർണ്ണമായും കത്തിനശിച്ചു. പുതുവീട്ടിൽ ആരിഫയുടെ വീടാണ് കത്തിനശിച്ചത്. ഏതാനും മാസങ്ങളായി വീട്ടിൽ ആരും താമസമില്ല. റോഡിലെ ചവറുകളിൽ നിന്നാണ് തീ പടർന്നതെന്ന് സംശയിക്കുന്നു. സമീപത്തെ കൊച്ചിക്കാരൻ റസിയയുടെ വീട്ടിലേക്ക് തീ പടർന്നെങ്കിലും
നാട്ടുകാരുടെ സംയോജിത ഇടപെടൽ മൂലം അപകടമൊഴിവായി. ഗുരുവായൂരിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിരുന്നു. ബദൽ സംവിധാനം ഒരുക്കാതെ ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണത്തിനായി ദേശീയപാതയുടെ രണ്ടാമത്തെ പാതയും പൊളിച്ചു തുടങ്ങിയതോടെ ഗതാഗതക്കുരുക്കും രൂക്ഷമായി. ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ എറണാകുളം ഭാഗത്തേക്കുള്ള റോഡാണ് വ്യാഴാഴ്ച രാത്രി പൊളിച്ചു തുടങ്ങിയത്. നേരത്തെ രണ്ടാമത്തെ പാതയിൽ അടിപ്പാതയ്ക്കായി കുഴിയെടുക്കുന്നത് വെള്ളിയാഴ്ച തുടങ്ങും എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഗതാഗത പരിഷ്കാരത്തിന്റെ ട്രയലിന് പിന്നാലെ ദേശീയപാത പൊളിച്ചു തുടങ്ങുകയായിരുന്നു. ഇതോടെ ആമ്പല്ലൂർ സെന്ററിലും സർവീസ് റോഡുകളിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ശോച്യാവസ്ഥയിലുള്ള സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാത്തതാണ് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നത്. രണ്ടാമത്തെ പാതയും പൊളിച്ചു തുടങ്ങിയതോടെ ആമ്പല്ലൂർ സെന്ററിൽ ഇരുവശത്തേക്കും സർവീസ് റോഡുകൾ വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. സർവീസ് റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിച്ച് സുഗമമായ വാഹനയാത്രയ്ക്ക് സൗകര്യം ഒരുക്കുമെന്ന് ദേശീയപാത അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ 3.5 മാസത്തിന് ശേഷവും സർവീസ് റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിച്ചിട്ടില്ല. ഇവിടെ പൊടിശല്യവും രൂക്ഷമാണ്. ഗതാഗതക്കുരുക്ക് മൂലം ദേശീയപാതയിൽ മണലി പാലം വരെയും പുതുക്കാട് KSRTC സ്റ്റാൻഡ് വരെയും വാഹനങ്ങളുടെ വരി നീണ്ടു. നവീകരിച്ച രൂപരേഖ പ്രകാരം ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജാണ് ആമ്പല്ലൂരിൽ വരുന്നത്. നിർമ്മാണ ചുമതലയുള്ള സേലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കരാർ കമ്പനിയാണ് പുതിയ രൂപരേഖ തയ്യാറാക്കിയത്. 5.5 മീറ്റർ ഉയരവുമുള്ളതാണ് നിർദ്ദിഷ്ട അടിപ്പാത. TCV ന്യൂസ്, പുതുക്കാട്. മലക്കപ്പാറ തേയിലത്തോട്ടം തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു. തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തുന്നതിനാവശ്യമായ പ്രാഥമിക ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുമുള്ള നടപടികൾ വേഗത്തിലാക്കാൻ കളക്ടർ നിർദ്ദേശിച്ചു. മലക്കപ്പാറയിൽ പുതുതായി ഒരു ബാങ്കും അക്ഷയ കേന്ദ്രവും സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുവാനും കളക്ടർ ആവശ്യപ്പെട്ടു. തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി സ്വീകരിച്ച നടപടികളുടെ പുരോഗതി വിലയിരുത്താൻ എല്ലാ 3 മാസത്തിലും തൊഴിലാളികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം സംഘടിപ്പിക്കാനും കളക്ടർ നിർദ്ദേശം നൽകി. നഗരം മുഴുവൻ വർണ്ണശബളമായ ചിത്രങ്ങൾ, ശുചിത്വ സന്ദേശങ്ങളും പൂന്തോട്ടങ്ങളും മാലിന്യമുക്ത നഗരമായ വടക്കാഞ്ചേരിയെ വർണ്ണാഭമാക്കി മാറ്റി മാതൃകയാവുകയാണ് വടക്കാഞ്ചേരി നഗരസഭ. സ്വച്ഛ സർവേക്ഷൺ സന്ദേശം പൊതുജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുവാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ നിശ്ചല കലാരൂപങ്ങളും പൊതു ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. രചന നാരായണൻകുട്ടിയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ ശുചിത്വ സന്ദേശം ഉൾക്കൊള്ളുന്ന ബോധവൽക്കരണ ക്ലാസുകളും നടക്കുന്നുണ്ട്. വടക്കാഞ്ചേരിയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട കലാകാരന്മാർ കൂടി സ്വച്ഛ സർവേക്ഷന്റെ ഭാഗമായപ്പോൾ പൊതു ഇടങ്ങളിലെ ചുമരുകളെല്ലാം നിറക്കൂട്ടുകളാൽ വർണ്ണശബളങ്ങളായി. അങ്കണവാടി ചുമരുകളിലെല്ലാം കുരുന്നുകൾക്കിഷ്ടപ്പെടുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളാലും ശുചിത്വ സന്ദേശങ്ങളാലും നിറഞ്ഞു തുടങ്ങി. വാടാനപ്പള്ളി കുട്ടമുഖം കുടുംബാരോഗ്യ ഉപകേന്ദ്രം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, വാടാനപ്പള്ളി പഞ്ചായത്ത് 14-ാം വാർഡംഗം ആശ ഗോകുൽദാസ്, വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. രണ്ട് മേഖലയിലും നമ്മൾ വലിയ നേട്ടങ്ങളാണ് കൈവരിച്ചിരിക്കുന്നത്. അതുപോലെ സമസ്ത 15 ലിറ്റർ വാറ്റുചാരായവുമായി ഒരാളെ എക്സൈസ് പിടികൂടി. മണലിത്തറ സ്വദേശി മോളയിൽ വീട്ടിൽ ഏലിയാസിനെയാണ് വടക്കാഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ജീൻ സൈമന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ചാരായം വാറ്റി ഉത്സവങ്ങൾക്കും മറ്റും ഓർഡർ അനുസരിച്ച് വിൽക്കുന്നതാണ് ഇയാളുടെ രീതിയെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K. സുരേഷ് ബാബു, ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KR രാമകൃഷ്ണൻ, PP കൃഷ്ണകുമാർ, V. പ്രശാന്ത് തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. വെള്ളറക്കാട് പാടശേഖരത്തിൽ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടുപന്നിയെ കടങ്ങോട് പഞ്ചായത്ത് അധികൃതരുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ വെടിവെച്ചു കൊന്നു. അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി കെണിയിൽ നിന്ന് പന്നിക്ക് ഷോക്കേറ്റതുകൊണ്ടാണ് പന്നി അവശനിലയിലാകാൻ കാരണമെന്ന് ആരോപണം. വെള്ളറക്കാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള പാടശേഖരത്തിലാണ് പന്നിയെ അവശ്യനിലയിൽ കണ്ടെത്തിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, വാർഡ് അംഗം അഭിലാഷ് കടങ്ങോട്, എരുമപ്പെട്ടി ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ VJ ഗീവർ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ US ഷനോജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഷൂട്ടർ അലക്സ് പാലക്കൽ 2 തവണ വെടിയുതിർത്ത് പന്നിയെ കൊന്നു.
ഇതിനുശേഷം പാടശേഖരത്തിൽ തന്നെ സംസ്കരിച്ച് പന്നി കിടന്നിരുന്നതിന് തൊട്ടടുത്ത് കമ്പി കൊണ്ട് വേലി നിർമ്മിച്ചിട്ടുണ്ട്. പന്നികളുടെ ആക്രമണം തടയാൻ സോളാർ വൈദ്യുതി ഫെൻസിംഗ് സ്ഥാപിക്കാനാണ് കമ്പിവേലി നിർമ്മിച്ചതെന്നാണ് പാടശേഖരത്തിന്റെ ഉടമ പറയുന്നത്. എന്നാൽ ഈ കമ്പിവേലിയിലേക്ക് വൈദ്യുതി ലൈനിൽ നിന്നും സർവീസ് കേബിൾ ഉപയോഗിച്ച് വൈദ്യുതി കടത്തിവിട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എരുമപ്പെട്ടി പോലീസും KEB ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സർവീസ് വയറും വൈദ്യുതി ലൈനിൽ സർവീസ് വയർ കൊളുത്തുവാൻ വടികൊണ്ട് നിർമ്മിച്ച തോട്ടിയും സംഭവസ്ഥലത്തു നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പരാതി ലഭിച്ചാൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുമെന്ന് പോലീസ് അറിയിച്ചു. പന്നിക്ക് ഷോക്കേറ്റതായുള്ള ലക്ഷണമില്ലെന്നും വേലിചാടി കടന്നപ്പോൾ പരിക്കേറ്റതാകാമെന്നും വിശദമായ അന്വേഷണം നടത്തുമെന്നും വനപാലകർ അറിയിച്ചു. പ്രദേശവാസിയായ രാകേഷ് എന്നയാളിന് 2 ദിവസം മുൻപ് ഈ കമ്പിയിൽ നിന്നും ഷോക്കേറ്റതായി വാർഡംഗം അഭിലാഷ് കടങ്ങോട് ആരോപിച്ചു. 2 ദിവസം മുൻപാണ് രാകേഷ് എന്ന് പറഞ്ഞ പയ്യൻ തൊട്ടപ്പുറത്തുള്ള ചിറയിലേക്ക്, വടുകമ്പുള്ളി ചിറയിലേക്ക് കുളിക്കാൻ വന്ന സമയത്ത് ഫോൺ കയ്യിൽ നിന്ന് തട്ടി താഴേക്ക് വീണപ്പോൾ അത് എടുക്കാൻ ചെന്ന സമയത്ത് അവിടെ നിന്ന് ഷോക്ക് അടിച്ചിരുന്നു. വലിയ അപകടം ഉണ്ടാവാതെ രക്ഷപ്പെട്ടു. പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്ന് അവിടെ പരിശോധന നടത്തിയപ്പോൾ KEBയുടെ ലൈനിന്റെ മുകളിൽ നിന്ന് സർവീസ് വയർ ഉപയോഗിച്ച് സർവീസ് വയറും അതുപോലെ തന്നെ ഒരു തോട്ടിയും കണ്ടെത്താനായി ഫോറസ്റ്റ് ഓഫീസർമാരും അതുപോലെ തന്നെ ഫോറസ്റ്റ് KEB പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായി അന്വേഷിച്ച് നടപടി ഉണ്ടാവണം. TCV ന്യൂസ് എരുമപ്പെട്ടി. ഭിന്നശേഷി യുവാവിന് നവവത്സര സമ്മാനമായി ചെണ്ട സമ്മാനിച്ച് NCC ഓഫീസർ. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസറും മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി അധ്യാപകനുമായ മേജർ PJ സ്റ്റൈജുവാണ് കാര്യാട്ടുകര അമ്മ സെന്ററിലെ അന്തേവാസി PS അനിലിന് നവവത്സര സമ്മാനമായി ചെണ്ട സമ്മാനിച്ചത്. ഒളരിക്കര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വർണ്ണാഭമായി. രവിമംഗലം വേദവേദ്യ അവതരിപ്പിച്ച പഞ്ചരത്ന കീർത്തനം, പുല്ലഴി PR പ്രവീണും സംഘവും അവതരിപ്പിച്ച നാദസ്വരം, ആനയൂട്ട്, എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ശനിയാഴ്ച പുലർച്ചെ താലപ്പൊലിയോടുകൂടി എഴുന്നള്ളിപ്പ് നടക്കും. പനിനീർ പൂക്കളുടെ സുഗന്ധവുമായി എറവ് കപ്പൽപ്പള്ളി തിരുനാൾ. തിരുനാളിന് തുടക്കം കുറിച്ച് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തത് 10,000-ലേറെ റോസാപ്പൂക്കൾ. എറവ് കപ്പൽപ്പള്ളി തിരുനാളിന് പനിനീർ പൂക്കൾക്ക് സവിശേഷ പ്രാധാന്യമാണുള്ളത്. സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹത്തിന്റെ റോസാപ്പൂക്കൾ വർഷിക്കുമെന്ന കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ വാഗ്ദാന പ്രതീകമായി 9 നിറങ്ങളിലുള്ള റോസാപ്പൂക്കളാണ് തിരുനാളിനെത്തിയവർക്കെല്ലാം വിതരണം ചെയ്തത്. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് കപ്പൽപ്പള്ളി കവാടത്തിൽ രാമനാഥപുരം ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ട് റോസാപ്പൂക്കളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചതോടെ തിരുനാൾ ആശംസകൾ നേർന്ന് അമ്മമാരും യുവതികളും തിരുനാളിലെത്തിയ നാനാജാതി മതസ്ഥർക്ക് റോസാപ്പൂക്കൾ വിതരണം ചെയ്തു. കടും ചുവപ്പ്, വെള്ള, റോസ്, കുങ്കുമം, ഇളം മഞ്ഞ, പിങ്ക്, ബേബി പിങ്ക്, കടും മഞ്ഞ തുടങ്ങിയ 9 നിറങ്ങളിലുള്ള പൂക്കളാണ് വിതരണം ചെയ്തത്. തുടർന്ന് പള്ളിയങ്കണത്തിൽ ഒരുക്കിയ പ്രത്യേക വേദിയിൽ പുഷ്പകിരീടം ധരിച്ച് മെഴുകുതിരി നാളങ്ങളുടെ പ്രഭയിൽ സ്നേഹസമ്മാനങ്ങളുമായി അണിനിരന്ന പ്രസിദ്ധന്തിമാരെ എല്ലാ വിശ്വാസികളും റോസപ്പൂക്കൾ ഉയർത്തിപ്പിടിച്ച സമയത്ത് മാർ പോൾ ആലപ്പാട്ട് ആശീർവദിച്ചു. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് മാർ പോൾ ആലപ്പാട്ട് മുഖ്യ കാർമ്മികനും വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ, ഫാദർ ജോളി ആൻഡ്രൂസ് മാളിയേക്കൽ എന്നിവർ സഹകാർമ്മികരുമായി. തുടർന്ന് കൂട് തുറന്ന് തിരുസ്വരൂപങ്ങൾ തിരുനാൾ പൂപ്പന്തലിൽ എഴുന്നള്ളിച്ചു വെച്ചു. തിരുനാൾ മധുരം പകർന്ന് പുഷ്പാമൃത വിതരണവും രാത്രി പുഷ്പക്കുരിശെഴുന്നള്ളിപ്പും നടന്നു. ശനിയും ഞായറുമാണ് തിരുനാൾ. TCV ന്യൂസ്, തൃശൂർ. കോൺഗ്രസ് പാവറട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന റാലിയും സായാഹ്ന ധർണയും നടത്തി. പഞ്ചായത്തിലെ തീരദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും ഭീഷണിയും കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ടു പോകുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും പെരിങ്ങാട് പുഴയെ കാടാക്കാനുള്ള നീക്കത്തിനെതിരെയുമാണ് പ്രതിഷേധം. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം OJ ഷാജൻ സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്തു. സലേം വെൺമനാട് യോഗത്തിൽ അധ്യക്ഷനായി. ജനപ്രതിനിധികളായ ജെറോം ബാബു, ജോസഫ് ബെന്നി, TK സുബ്രഹ്മണ്യൻ, സുനിത രാജു തുടങ്ങിയവർ സംസാരിച്ചു. മാള രാജീവ് ഗാന്ധി സ്ക്വയർ നിലനിർത്തി മാളക്കുളത്തിനോട് ചേർന്നുള്ള സായാഹ്ന പാർക്കിന് മാള അരവിന്ദന്റെ പേര് നൽകാൻ പഞ്ചായത്ത് തീരുമാനിച്ചു.
കുളത്തിന്റെ ഒരു ഭാഗത്തൊരുക്കുന്ന പാർക്കിന് മാള അരവിന്ദൻ മാളക്കുളം സായാഹ്ന പാർക്ക് എന്നുപേരുള്ള പേര് നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് വൈസ് പ്രസിഡന്റ് ടി.പി. രവീന്ദ്രൻ പറഞ്ഞു. അതേസമയം കുളത്തിന് ചുറ്റുമുള്ള ഭാഗത്തിന് രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന പേരാണ് നൽകിയിട്ടുള്ളതെന്നും അതിലുള്ള മാറ്റം അംഗീകരിക്കാൻ കഴിയില്ലെന്നും പേര് നൽകാത്ത മറ്റു സ്ഥാപനങ്ങൾക്കും റോഡിനും മാള അരവിന്ദന്റെ പേര് നൽകണമെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് ജിയോ കൊടിയൻ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷത്തിന്റെ എതിർപ്പും വിയോജനക്കുറിപ്പും അവഗണിച്ചാണ് പാർക്കിന് മാള അരവിന്ദന്റെ പേര് നൽകാൻ തീരുമാനിച്ചത്. മാള അരവിന്ദൻ സ്മാരകത്തിന് കോൺഗ്രസ് എതിരാണെന്ന് വരുത്തി തീർക്കാനാണ് ഭരണപക്ഷം ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. പേരില് രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന പേരിട്ട് അത് മൊത്തത്തിലാണ് അതിനൊരു പേര്. ആ മാളക്കടവിന്റെ മാളക്കുളത്തിന്റെ ചുറ്റുമുള്ള സ്ഥലത്തിലാണ് രാജീവ് ഗാന്ധി സ്ക്വയർ എന്നുള്ള പേരിട്ടിരിക്കുന്നത്. ആ ഒരു പേരിട്ട ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു പാർക്ക് വരുന്നു എന്നും പറഞ്ഞിട്ട് ആ പാർക്കിൽ നിന്ന് മാള അരവിന്ദന്റെ പേര് 10 വർഷമായിട്ട് പേരിടാൻ ഒരു സ്തൂപം നിർമ്മിക്കാനോ ഒരു ഓർമ്മ കൊണ്ടാടാൻ പറ്റാത്ത ഒരു ഭരണസമിതി ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മാള അരവിന്ദന്റെ പേര് ഇങ്ങനൊരു സ്ഥാപനത്തിനല്ല ഇടേണ്ടത്. എത്രയോ ഞങ്ങളതിനെ ചൂണ്ടിക്കാണിച്ച ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. മാള ബസ് സ്റ്റാൻഡ്, പഞ്ചായത്ത് സ്റ്റാൻഡ്, എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു സ്ഥാപനമാണ്. അത് മാള അരവിന്ദന്റെ പേരിടാം. അതുപോലും ചെയ്യാതെ ഇപ്പോൾ ഈ 10 മാസത്തിനുള്ളിൽ എന്തൊക്കെ ചെയ്ത് കാണിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ മാള അരവിന്ദന്റെ എതിരാണെന്ന് വരുത്തി തീർക്കാനാണ് ഭരണസമിതി ശ്രമിക്കുന്നത്. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ 36,008 നാളികേരം കൊണ്ടുള്ള വേട്ടക്കാരൻ പാട്ട് ശനിയാഴ്ച നടക്കും. വേട്ടക്കാരൻ പാട്ടിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഉച്ചയ്ക്കും രാത്രിയും പ്രസാദ ഊട്ട് ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ ഏകാദശിയോടനുബന്ധിച്ച് നെല്ലുവായ് പ്രദീപ് നമ്പീശന്റെ നേതൃത്വത്തിൽ തുള്ളൽ സമന്വയം അരങ്ങേറി. ഗർവഭംഗം എന്ന കഥയാണ് തുള്ളലിൽ അവതരിപ്പിച്ചത്. വായ്പാട്ടിൽ കലാമണ്ഡലം പ്രസൂൺ, നന്ദൻ ചെറുശ്ശേരി എന്നിവരും, മൃദംഗത്തിൽ കലാമണ്ഡലം സജിത്ത് ബാലകൃഷ്ണനും, ഇടക്കയിൽ കലാമണ്ഡലം സൂരജ് എന്നിവരും പിന്നണിയായി. കൊടകര വെള്ളിക്കുളങ്ങര റോഡിലെ മറ്റത്തൂർ ഭാഗത്ത് റോഡ് നവീകരണം കഴിഞ്ഞതോടെ ആറ്റപ്പള്ളി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മെയിൻ റോഡിലേക്ക് കയറാൻ ബുദ്ധിമുട്ട് നേരിടുന്നതായി പരാതി. ആറ്റപ്പള്ളിയിലേക്ക് തിരിയുന്ന റോഡിന്റെ തുടക്കത്തിൽ ഉയരം വർദ്ധിച്ചതാണ് ഇതിന് കാരണം. വാഹനങ്ങൾക്ക് ആറ്റപ്പള്ളി റോഡിൽ നിന്ന് മറ്റത്തൂർ ആറ്റപ്പള്ളി കവലയിലേക്ക് കയറാനും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞു പോകാനും റോഡിന്റെ ഉയരക്കൂടുതൽ പ്രശ്നമാകുന്നുണ്ട്. വരന്തരപ്പള്ളി, പുതുക്കാട് പഞ്ചായത്തുകളിൽ നിന്നുള്ള 100 കണക്കിന് വാഹന യാത്രക്കാർ കൊടകരയിലേക്ക് എത്താൻ ആശ്രയിക്കുന്ന റോഡാണ് ആറ്റപ്പള്ളി പാലം റോഡ്. ആറ്റപ്പള്ളി റോഡ് കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ ചേരുന്ന ഭാഗം ഉയരം കൂട്ടി ടാറിംഗ് നടത്തിയാൽ ഇപ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാനാവുമെന്ന് യാത്രക്കാർ ചൂണ്ടിക്കാട്ടി. ഉറവിട മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി അരിമ്പൂർ പഞ്ചായത്തിലെ 315 ഗുണഭോക്താക്കൾക്ക് ജൈവമാലിന്യങ്ങളെ ജൈവവളമാക്കി മാറ്റാനുള്ള ബൊക്കാഷി ബക്കറ്റുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CG സതീഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശോഭ ഷാജി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസ് ബാബു, വാർഡംഗങ്ങളായ സുധാ സദാനന്ദൻ, സുനിത ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. 1.5 ലക്ഷത്തിലേറെ സ്റ്റാമ്പിന്റെ അപൂർവ ശേഖരത്തിനുടമയാണ് പൂവത്തൂർ സ്വദേശിയും പ്രവാസിയുമായ ശങ്കരൻ. പൂവത്തൂർ കാട്ടേരി പോവിൽ ശങ്കരന്റെ കൈവശമാണ് 150-ൽ പരം രാജ്യങ്ങളുടെ വൈവിധ്യമാർന്ന സ്റ്റാമ്പുകളുടെ അപൂർവ ശേഖരമുള്ളത്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഹോബിയായി തുടങ്ങിയ സ്റ്റാമ്പ് ശേഖരണം 77-ാം വയസ്സിലും തുടരുകയാണ്. തൊഴിൽ തേടി ഷാർജയിലെത്തിയപ്പോൾ നിരവധി വിദേശ രാജ്യങ്ങളിലെ ജനങ്ങളുമായി ഇടപഴകാൻ അവസരം ലഭിക്കുകയും ഇത് സ്റ്റാമ്പ് ശേഖരണത്തെ എളുപ്പമാക്കുകയും ചെയ്തതായി പോവിൽ ശങ്കരൻ പറയുന്നു. ഹൈസ്കൂൾ മുതൽ വിദ്യാഭ്യാസ കാലത്ത് മുതൽ തുടങ്ങിയതാണ് എൻ്റെ സ്റ്റാമ്പ് കളക്ഷൻ. 75-ൽ ഇവിടെ നിന്നും ഞാൻ ഗൾഫിലേക്ക് പോയി കളക്ഷൻ ചെയ്യാൻ പറ്റിയൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് അവിടെ നിന്ന് എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ രാജ്യങ്ങൾ സ്റ്റാമ്പുകളും എല്ലാം കളക്ട് ചെയ്യാൻ പറ്റി. ഇപ്പോൾ എനിക്ക് 77 വയസ്സായി, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു.
23 വർഷത്തോളം അമേരിക്കൻ ഷിപ്പിംഗ് കമ്പനിയിൽ ജോലി ചെയ്ത ശങ്കരനെ ഒട്ടേറെ രാജ്യങ്ങളുടെ അപൂർവ സ്റ്റാമ്പുകൾ ശേഖരത്തിലുണ്ട്. സ്റ്റാമ്പുകളെല്ലാം വളരെ ചിട്ടയോടെയും ക്രമമായും ആൽബങ്ങളിലാണ് ശേഖരിച്ച് സൂക്ഷിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായ സ്റ്റാമ്പിന്റെ ശേഖരം അടുത്ത തലമുറയ്ക്ക് കൂടി ഉപകാരപ്പെടണമെന്ന രീതിയിൽ സജ്ജീകരിക്കണമെന്നാണ് ശങ്കരന്റെ ആഗ്രഹം. TCV പാവറട്ടി. 100 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ഷയരോഗ നിർമ്മാർജ്ജന യത്നത്തിന്റെ ഭാഗമായി അരിമ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ആശാവർക്കർമാർക്കും വാർഡ് മെമ്പർമാർക്കുമായിട്ടാണ് ക്ലാസ് നടന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് ഉദ്ഘാടനം ചെയ്തു. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മഞ്ജുഷ അധ്യക്ഷയായി. റിട്ടയേർഡ് ALO ഡേവിസ് ക്ലാസ്സിലെത്തു, ഹെൽത്ത് ഇൻസ്പെക്ടർ സരേഷ് ശങ്കർ, ജയച്ചമാരായ റീന, പ്രിൻസ്, നവ്യ തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവത്തിന് തിങ്കളാഴ്ച കൊടിയേറും. വൈകിട്ട് 7:30 വടക്കേടത്ത് ക്ഷേത്രങ്ങളിൽ കൊടിയേറ്റം നടക്കും. എല്ലാ ദിവസവും വൈകിട്ട് തിരുവാതിരക്കളിയും ചൊവ്വാഴ്ച മുതൽ നീരാട്ടും പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കും. 12-ന് ശീവേലി, രാത്രി വിളക്കെഴുന്നള്ളിപ്പ്, തെക്കേടത്തപ്പന്റെ പള്ളിവേട്ട, 13-ന് തിരുവാതിര ദിവസം കൊടിയിറക്കത്തിന് ശേഷം ആറാട്ട്, കൊടിക്കൽപ്പറ, തിരുവാതിര സദ്യ എന്നിവ നടക്കും. ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളായ MP ശശിധരൻ, PS സന്തോഷ് കുമാർ, PK പത്മകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏങ്ങണ്ടിയൂർ VS കേരളീയൻ റോഡ് പുനർനിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കുക, RK റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഏങ്ങണ്ടിയൂർ 2-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. ചേറ്റുവ നാലുമൂലയിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ DCC മെമ്പർ ഇർഷാദ് K ചേറ്റുവ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ലത്തീഫ് കെട്ടുമൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഘോഷ് തുഷാര, അക്ബർ ചേറ്റുവ, ES ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. കരുവന്നൂർ ചേറ്റുവ പുഴ സംരക്ഷണത്തിന് പട്രോളിംഗ് ബോട്ട് ഇറക്കി. മുരളി പെരുന്നെല്ലി MLA പട്രോളിംഗ് ബോട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, ജനപ്രതിനിധികളായ ഷാജു അമ്പലത്ത്, മുംതാസ് റസാക്ക്, പൂർണിമ നിഖിൽ, അബ്ദുൽ മജീദ്, ജോസഫ് KC, ചാന്ദിനി വേണു തുടങ്ങിയവർ സംസാരിച്ചു. പുനർനിർമ്മാണം നടക്കുന്ന എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ ഈശോയുടെ തിരുഹൃദയ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് പ്രതിഷ്ഠാ കർമ്മം നിർവഹിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സിൽ വെച്ച് വെഞ്ചരിച്ച തിരുസ്വരൂപം അതിരൂപത ആസ്ഥാനത്തുനിന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെ പള്ളിയിലെത്തിച്ചത്. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജോഷി ആളൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രകാശ് പുത്തൂർ, ഫാദർ ലോനപ്പൻ അറങ്ങാശ്ശേരി, ഫാദർ ജോസഫ് മുരിങ്ങത്തേരി, ഫാദർ ജിജോ മുരിങ്ങാത്തേരി, ഫാദർ നവീൻ മുരിങ്ങാത്തേരി, ഫാദർ സാൽവിൻ കണ്ണനാക്കൽ, ഫാദർ ജോസഫ് കുലവേലിയിൽ തുടങ്ങിയവർ സഹകാർമ്മികരായി. നടത്തുകൈക്കാരൻ MK ജോൺസൺ, ജനറൽ കൺവീനർ KC ഡേവിസ്, പബ്ലിസിറ്റി കൺവീനർ ജിൻഡോ ജോഷി, PRO ബിജു ജോർജ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7230 രൂപ, പവന് 57,840 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3160 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പുലിശല്യം രൂക്ഷമായ പാലപ്പിള്ളിയിൽ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കാൻ നടപടി. മാൻ ബൈക്കിൽ വന്നിടിച്ച് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. കേച്ചേരി പട്ടിക്കരയിൽ ലോറി കയറി വീട്ടമ്മ മരിച്ചു. വടക്കാഞ്ചേരി ഒന്നാംകല്ലിൽ ബസ് കയറുന്നതിനിടെ താഴെ വീണ് കാലിലൂടെ ബസ് കയറി വയോധികയ്ക്ക് ഗുരുതര പരിക്ക്. ഇരിങ്ങാലക്കുടയിൽ വീട്ടിൽ തീപിടുത്തം, നിലവിളക്കിൽ നിന്നാണ് തീ പടർന്നത്. കടപ്പുറം ഞോളി റോഡിൽ ഓലമേഞ്ഞ വീട് കത്തി നശിച്ചു.
ദേശീയപാത ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തിന് രണ്ടാമത്തെ പാതയും പൊളിച്ചു തുടങ്ങി. ബദൽ സംവിധാനമൊരുക്കാതെ റോഡ് പൊളിച്ചതോടെ ഗതാഗത കുരുക്ക് രൂക്ഷം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.